ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസും ചീസ് സോസും ഉണ്ടാക്കിയാലോ. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പൊട്ടറ്റോ എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെന്നെടുക്കാം. നമ്മൾ നോർമൽ വെള്ളത്തിൽ വന്നിട്ടൊന്ന് ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കാം. ഇനി ഒരു പോട്ടിൽ കുറച്ച് വെള്ളം വെച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ പൊട്ടറ്റോയിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്നൊരു സ്ട്രെയിനറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഒരു ട്രേയിലേക്ക് കുറച്ച് ടിഷ്യൂ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് എല്ലാ വശത്തെയും വെള്ളം ഒന്ന് കളയുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കുക. പൊട്ടറ്റോയുടെ വെള്ളം എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊട്ടറ്റോയിൽ ആ മിക്സ് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റാം നമുക്ക്. ഇനി നമുക്കൊരു ചീസ് സോസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു സോസ് പാൻ വെച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം ഒറിഗാനോ കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതൊന്ന് കുറുക്കിയെടുക്കാം.
ഇതൊന്ന് ഇവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചീസ് സ്ലൈഡ്സും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മെൽറ്റ് ആകുന്ന വരെ ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ സോസ് നല്ല കുറുകി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. പൊട്ടറ്റോയും സോസും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതൊന്നും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.